വായില്ലാത്തൊരു കുഞ്ഞല്ല. നിനക്കൊരു നാഥനുണ്ട്, നിനക്കൊരു കർത്താവുണ്ട്, നിനക്കൊരു അപ്പനുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിനക്കൊരു ദുഷിതാവുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു അനുഭവമല്ല പുതുനിയമത്തിൽ ലഭിക്കുന്നത്, മറിച്ച് പെർമനന്റ് ആയിട്ട് ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആത്മാവ് നൽകിയിരിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, The Spirit would be with the believers forever. John 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, ആ. അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന്, വന്നും പോയി നിൽക്കേണ്ടതിനല്ല. സത്യത്തിന്റെ ആത്മാവാകുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് നിങ്ങൾക്ക് നൽകി തരുന്ന ആത്മാവെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് ദൈവമക്കളെ, ഈ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിന്റെ കൂടെ എന്നേക്കും വസിക്കുവാൻ, ക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപമായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഭൂമിയില് അത് ജഡത്തിലില്ലെങ്കിലും ഇന്ന് ആത്മാവിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. എനിക്ക് മുമ്പായിട്ട് ദൈവദാസിയിലൂടെ റേച്ചലിലൂടെ നല്ലൊരു സന്ദേശം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ അതിന്റെ കണ്ടിന്യൂഷനിൽ മുമ്പോട്ട് പോകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അതെ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളില് അത് എന്നേക്കും ഇരിക്കുവാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു മഹത്തായ ഒരു ദാനമാണ് ദൈവത്തിന്റെ അഭിഷേകം. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നുണ്ട്, സ്തോത്രം, ഈ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, പഴയ നിയമത്തിൽ ചില വ്യക്തികൾ മാത്രം കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല, എല്ലാ വിശ്വാസികളുടെ മേലും പകരുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 17-18. 2-17. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ആമേൻ. അവിടെ വചനം പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. എന്താണ് സകല ജഡം എന്ന് പറയുന്നത്? ആരാണോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, ആരാണോ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ദൈവമക്കളുടെ മേലും, എല്ലാ വിശ്വാസികളുടെ മേലും ദൈവം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അപ്പോൾ പ്രത്യേകമായി രാജാക്കന്മാരായിരിക്കേണ്ട ആവശ്യമില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരുടെ സ്റ്റാറ്റസ് നോക്കുന്നില്ല, അനുഭവങ്ങൾ നോക്കുന്നില്ല, അവരുടേതായ ജാതിയോ മതമോ ഒന്നും വിഷയമല്ല. ദൈവം എല്ലാവരും വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്ന, ഔദാര്യമായി കൊടുക്കുന്ന അവന്റെ ദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒരു സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം, എല്ലാവരും ആഗ്രഹിക്കണം. കാരണം ദൈവത്തിന്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ പാപത്തെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ, പിശാചിനെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ, ലോകത്തിനെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ കഴിയുകയുള്ളൂ. അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിലെ വിജയകരമായ ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് മറ്റെന്തിനേക്കാളും വലുതായി നിന്റെ അഭിഷേകം എനിക്ക് തരണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ കുറഞ്ഞു പോകല്ലേ അപ്പാ, അഭിഷേകം കുറഞ്ഞു പോകല്ലേ അപ്പാ. ദൈവമേ, അളവില്ലാത്ത അഭിഷേകത്തെ എന്റെ മേൽ അവിടുന്ന് പകരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബൈബിളിൽ പറയുന്നു, നിങ്ങളുടെ ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിലെ പിതാവായ ദൈവം തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും, എത്ര അധികം
അധികം ദൈവം ചോദിക്കുന്ന മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്നാണ് ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി യോഹന്നാൻ 7-ാം അധ്യായത്തിന് 37-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവർ തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന് നദികൾ ഒഴുകുമെന്നാണ് എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എല്ലാം ആഗ്രഹവും വിശ്വാസവുമാണ് അഭിഷേകത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. നമുക്ക് നല്ലൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ദാഹമുണ്ടെങ്കിൽ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നമ്മളെ അഭിഷേകത്താൽ നിറയ്ക്കും. ഇവിടെ യോവേൽ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. 2026 ഞാൻ വിശ്വസിക്കുന്നു എല്ലോസിയം സഭയിലുള്ള നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും പ്രവചിക്കുന്ന ഒരു വർഷമായി മാറണം. ഹല്ലേലൂയ. അഭിഷേകത്തിൽ നിറഞ്ഞ്, അന്യഭാഷകൾ നിറഞ്ഞ്, നമ്മുടെ യൗവനക്കാരായ തലമുറകള്, നമ്മുടെ കുഞ്ഞുങ്ങള് എല്ലാവരും ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആരാധിക്കുന്ന കുഞ്ഞുങ്ങളായി, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന കുഞ്ഞുങ്ങളായി, നമ്മുടെ യൗവനക്കാരെ ദർശനങ്ങൾ ദർശിക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, പ്രൈസ് ദി ലോർഡ്. അല്ലയോ ദൈവദാസിയെ, ദൈവദാസനെ, പാസ്റ്ററെ, സഹോദരി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ ദർശനം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. സഭയിൽ ഓരോ ഞായറാഴ്ചകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, ഞാൻ ദർശനങ്ങൾ കണ്ടു, കർത്താവിന്റെ വെളിപ്പാടുകൾ കാണിച്ചു എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു ആത്മാവിന്റെ അഭിഷേകത്തെ ഈ സഭയിലേക്ക് എന്റെ കർത്താവ് യൗവനക്കാരിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, പുത്രന്മാരിലേക്ക്, പുത്രിമാരിലേക്ക് അയക്കുവാന്നൊക്കവണ്ണം എന്റെ കർത്താവ് ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കൾ? ഉത്തരം പറയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രായ വ്യത്യാസമില്ല. യൗവനക്കാർ മാത്രമല്ല, വാർദ്ധക്യത്തിലായവർക്കും ചില ശുശ്രൂഷകളുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില സ്വപ്നങ്ങൾ കാണും. ഹല്ലേലൂയ. ദൈവത്തിലെ ദൂതുകളും ആലോചനകളും ഒക്കെ അവരെയും അറിയിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് സ്തോത്രം, വൃദ്ധന്മാരും ഹല്ലേലൂയ സ്വപ്നങ്ങൾ കാണുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവൾ പഴയ നിയമത്തിലുള്ള അഭിഷേകത്തിന്റെ പ്രവൃത്തി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, നമ്മൾ കേട്ടു, ആ പുതിയ നിയമത്തിൽ കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഗാഢമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാണാൻ കഴിയുന്നത്. അത് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രവർത്തനമാണ് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, പുതിയ നിയമത്തിൽ വരുമ്പോൾ അവിടെ ആന്തരികമായ മാറ്റം, പ്രൈസ് ദി ലോർഡ്, ആന്തരികമായ മാറ്റത്തിന് വേണ്ടി ആണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ പലപ്പോഴും സ്കില്ലായിട്ട്, പുറമേയുള്ള കഴിവുകളായിട്ട് വെളിപ്പെടുമ്പോൾ, പ്രത്യേകമായി പുറമേയുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതാതീതമായിട്ടുള്ള ശക്തിയായിട്ടും ചില അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തിയുമായിട്ടും ഒക്കെയാണ് നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പലപ്പോഴും അഭിഷേകത്തെ കാണുന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ കാണുന്നത് ആത്മാവിന്റെ ഫലം കൊടുക്കുന്ന, ആന്തരിക രൂപാന്തരം ഉണ്ടാക്കുന്ന, ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കത്തക്ക നിലയിലുള്ള ആത്മാവിന്റെ ഫലമുള്ള, ആത്മിക സ്വഭാവത്തിലേക്കുള്ള, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് പുതിയ നിയമത്തിൽ കൂടുതലായി ദൈവാത്മാവിനെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെയുള്ള ആത്മാവിന്റെ ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയ്ക്കുവാൻ പുതിയ നിയമത്തില് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങളുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ ആത്മാവിന്റെ വരങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വരങ്ങൾ 9, ആത്മാവിന്റെ ഫലങ്ങളും 9. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിന്റെ വരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും കൂടെ ചേർന്ന് സന്തുലിതമായി, ഒരു പക്ഷിക്ക് 2 ചിറക് പോലെ സന്തുലിതമായി നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് പറന്നു വരാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ തരുന്നത് പരിശുദ്ധാത്മാവ്, ആത്മാവിന്റെ വരങ്ങൾ തരുന്നതും പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചേർന്നിരുന്നാൽ മാത്രമേ വിജയകരമായ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ആത്മാവിന്റെ വരങ്ങൾ മാത്രം നമുക്ക് പോരാ. സ്തോത്രം. ആത്മാവിന്റെ വരങ്ങൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അത് മാത്രം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആത്മാവിന്റെ വരങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് അധിക കാലം ദൈവകൃപയിൽ നിൽക്കുവാൻ കഴിയത്തില്ല. ആത്മാവിന്റെ ഫലമില്ല എന്നുണ്ടെങ്കിൽ, ആത്മാവിന്റെ വരം മാത്രം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനം അധികം സ്റ്റേബിളായിട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ ആത്മാവിന്റെ വരവും ആത്മാവിന്റെ ഫലവും ഒരുമിച്ചുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരിക്കലും ഒരു സാത്താൻ തൊടാൻ കഴിയത്തില്ല. അവർ ശുശ്രൂഷ ആർക്കും അത് ഒരിക്കലും തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല.
കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നു, ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലുള്ള ആത്മാവിന്റെ പ്രത്യേകത, പഴയ നിയമത്തിലെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രൈസ് ദി ലോർഡ് മോശയിലൂടെ ദൈവം കൊടുത്തു. 10 കൽപ്പനകൾ. സ്തോത്രം. നമ്മളത് വായിക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ചിന്തിച്ചെങ്കിൽ ഒന്നുകൂടെ അത് പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നു. 10 കൽപ്പനകൾ ദൈവം മോശയിലൂടെ സീനായി പർവ്വതത്തിൽ വെച്ചാണ് ദൈവം മോശയിലൂടെ 10 കൽപ്പനകൾ ദൈവം കൈമാറിയത്. അത് വായിക്കുന്നത് പുറപ്പാട് 32:28. വായിക്കാം. പുറപ്പാട്. ലേവ്യർ മോശെ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 10 കൽപ്പനയുമായിട്ട് മോശ സീനായി മലയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ സ്തോത്രം താഴെ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ആരവം ഹല്ലേലൂയ നാം കാണുവാനിടയായി. എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടായി, കോപം ജ്വലിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറയട്ടെ, അങ്ങനെ ആ സമയത്ത് ഹല്ലേലൂയ 3000 പേര് ഈ കൽപ്പലകയുമായിട്ട് മോശ ഇറങ്ങി വരുമ്പോൾ സ്തോത്രം വിഗ്രഹങ്ങളെ ആരാധിച്ച് കാളക്കുട്ടിയെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവത്തെ വിട്ടുപോയ 3000 പേര് അമ്മ ഒറ്റ ദിവസം കൊണ്ട് പട്ടുപോകാനിടയായി. എന്താ മനസ്സിലാക്കേണ്ടത്? ന്യായപ്രമാണമാണോ കൊന്നത്? ന്യായപ്രമാണമല്ല കൊന്നത്. സ്തോത്രം. ന്യായപ്രമാണം ദൈവത്തിന്റെ 10 കൽപ്പന ആരെയും കൊല്ലുന്ന കൽപ്പനയല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ നമ്മൾക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. സ്തോത്രം. ഒരുവന്റെ കുറ്റം എന്താണെന്ന് വെളിപ്പെടുത്തുന്നത് 10 കൽപ്പന നോക്കുമ്പോൾ അറിയാം എവിടെയൊക്കെയാണ് വീണ് പോയിരിക്കുന്നത്, എന്തൊക്കെയാണ് ഫോൾട്ട് വന്നിരിക്കുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലിൽ രോഗമായിട്ട് പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്തെങ്കിലും പ്രയാസമായിട്ട് പോകുമ്പോൾ ഡോക്ടർ പറയും സ്കാൻ ചെയ്യണം അല്ലേ? എന്തെങ്കിലും സ്കാൻ ചെയ്യണം അല്ലേ? അത് ചിലപ്പം ഗ്യാസ്ട്രോ സ്കാനിങ് ആയിരിക്കും, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അല്ലെങ്കിൽ ബ്രെയിൻ്റെ സ്കാനിങ് ആയിരിക്കും. ഏത് അവയവത്തിനാണോ ഡാമേജ് അത് MRI സ്കാനിങ് ആയിരിക്കും. അങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് പറയും. ഇതുപോലെ സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ കഴിയും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കുഴപ്പമുള്ളത്. ഈ സ്കാനിങ് ആണ് ന്യായപ്രമാണം. സഹോദരൻ പറയാം പ്രൈസ് ദി ലോർഡ്. അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ എവിടെയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത് കണ്ടുപിടിച്ചു, സ്കാൻ ചെയ്ത് കുറ്റം കണ്ടുപിടിച്ചു, പ്രശ്നം കണ്ടുപിടിച്ചു. അടുത്തത് അത് പരിഹരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പരിഹരിക്കണം. അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അത് പരിഹരിക്കുന്നത് ദൈവത്തിന്റെ കൃപയിലൂടെ. സ്തോത്രം. ഹല്ലേലൂയ. അത് പരിഹരിക്കുന്നത് യേശു കർത്താവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെ, അത് പരിഹരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെ, അത് പരിഹരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. സ്തോത്രം. മനസ്സിലാകുന്ന സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളാകുന്ന 10 കൽപ്പനയുമായിട്ട് മോശ ഇറങ്ങി വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് അന്ന് അവരുടെ കുറ്റം വെളിപ്പെട്ടു, അന്ന് അവരുടെ ലംഘനം വെളിപ്പെട്ടു. ഒന്നാമത്തെ കൽപ്പന എന്താണ്? ഒന്നാമത്തെ കൽപ്പന പറയുന്നത് ഞാനില്ലാതെ അതിന് ദൈവം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ഇവർക്ക് ഇപ്പൊ എന്താ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചിരിക്കുക. സ്തോത്രം. ഇവര് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവർ സ്വർണം ഊരി എന്ത് ചെയ്തു? ഇവര് അവർക്കുണ്ടായ ഈ കുടുക്കുകളൊക്കെ ഊരി എന്ത് ചെയ്തു? അഹരോന്റെ കയ്യിൽ കൊടുത്തു. ഇതിനു വേണ്ടി കൊടുത്തു? കാളക്കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുന്നത് ഈ സ്വർണം പാപമല്ല, പക്ഷേ ഈ സ്വർണം നിങ്ങൾ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ അത് പാപമാണ്. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്വർണം ആലയം പണിയാൻ വേണ്ടി സ്വർണം കൊടുത്തു, അത് പാപമല്ല. പക്ഷേ കാളക്കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി സ്വർണം കൊടുത്തു, അതാണ് പാപമായിട്ട് മാറിയത്. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമ്മുടെ മനസ്സിന്റെ നിലവാരം ദൈവം നോക്കുന്നുണ്ട്. മനസ്സിന്റെ നിലവാരം. സ്വർണം പാപമല്ലെന്ന് ഞാൻ പറയാനുള്ള കാരണം സ്തോത്രം. യേശു കർത്താവ് ജനിച്ചതായ സമയത്ത് അല്ലേ വിദ്വാൻമാർ യേശുവിനെ കാണാൻ പോയി. എന്തുകൊണ്ടാണ് പോയത്? പൊന്നും മോരും ഒന്നിരിക്കൂ. അങ്ങനെ പൊന്ന് പാപമായിരുന്നെങ്കിൽ അപ്പോൾ ഒരു അശരീരി കേൾക്കണമായിരുന്നു. അല്ലേ വിദ്വാൻമാരെ ആ മോരും കുന്തിരിക്കും വെച്ചിട്ട് ഇവിടെ ഇരിക്കട്ടെ, പൊന്ന് നിങ്ങൾ കൊണ്ടുപോകും, കാരണം അത് പാപമാണ് എന്ന് ദൈവം പറഞ്ഞതന്നെ. പക്ഷെ അങ്ങനെ വല്ലതും കേട്ടോ? വല്ലതും പറഞ്ഞോ? ഇല്ല. അതിൻ്റെ അർത്ഥം പൊന്ന് പാപം എന്നല്ല അർത്ഥം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് തരുന്ന നന്മകൾ പൊന്നും വെള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവനാമത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും കൊടുക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം.
എത്ര മനസ്സിലാകും? സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. അവർ യേശുവിനാണ് പൊന്ന് കാഴ്ചവെച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടിയും, ദൈവത്തിന്റെ സമാഗമന കൂടാരം പണിയാൻ വേണ്ടിയും ഒക്കെ അവർ ഒരുപാട് പൊന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പാപമായിട്ട് ദൈവം പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പൊന്നോ വെള്ളിയോ സമ്പത്തോ നമ്മൾ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹമായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ആ പൊന്നെടുത്ത് എന്ത് ചെയ്തു? അവരവരുടെ കാളക്കുട്ടി ഉണ്ടാക്കി. ആ കാളക്കുട്ടി ഉണ്ടാക്കി അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ആ നൃത്തം ചെയ്ത് ആ കാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് പേർക്കാൽ നമ്മൾ ഓർത്തോണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് ആകേണ്ടുന്ന പോലെ ആകണമെങ്കിൽ ദൈവമക്കളെ, ദൈവം പറയും നമുക്ക് ദൈവത്തിന്റെ അഭിഷേകം വേണം. അന്ന് അവിടെ അഭിഷേകമില്ലായിരുന്നു. അന്ന് പഴയ നിയമത്തിലെ ഈ പുതിയ നിയമത്തിലുള്ളതുപോലുള്ള അഭിഷേകത്തിന്റെ സ്വാധീനമില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലുള്ള പ്രവർത്തനങ്ങൾ അന്ന് വളരെയധികം കുറവായിരുന്നു. ആ സമയത്ത് 3000 പേര് പട്ടുപോയി. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, സ്തോത്രം, മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവിടെ കൂടിയ ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. 2-ാം അധ്യായം ഒന്നിട്ട് വായിക്കാമോ? അപ്പോസ്തലർ 2-ാം അധ്യായം. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ശക്തിയോടുകൂടി വെളിപ്പെട്ടു. സ്തോത്രം. ദൈവത്തിന്റെ വലിയ മഹത്വം, ദൈവത്തിന്റെ വലിയ ഗ്ലോറി അവിടെ ഇറങ്ങുവാനിടയായി തീർന്നു. അവിടെ കൂടിയ 120ഓളം വിശ്വാസികളുടെ മേലെ ആ മാളിക മുറിയില് ആ ദൈവത്തിന്റെ അഭിഷേകം തീയായി വെളിപ്പെട്ടു. അഗ്നി നാവുകൾ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും അന്യഭാഷകൾ ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിക്കാൻ തുടങ്ങി, മഹത്വപ്പെടാൻ തുടങ്ങി. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ അഭിഷേകം പുതിയ നിയമത്തിൽ ശക്തിയോടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ടു വന്നു. ഇപ്പൊ 2000 വർഷമാകുന്നു, 2000 വർഷമാകുന്നു ഈ അഭിഷേകം ഭൂമിയിൽ ഇറങ്ങിയിട്ട്. സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ, നമുക്ക് കാര്യം മനസ്സിലാക്കണം. ആ അഭിഷേകം വന്ന് ഭൂമിയിൽ ഇറങ്ങിയതിന്റെ ഫലമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-ാം വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. സ്തോത്രം. ന്യായപ്രമാണം ലഭിച്ചതായ സമയത്ത് 3000 പേര് ഒറ്റ ദിവസം കൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ച് പട്ടുപോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ ഇറങ്ങിയത് ആ ദിവസം തന്നെ ആ നമ്പർ നോക്കിക്കോണം. അന്ന് 3000 പേര് പട്ടുപോയെങ്കിൽ പുതിയ നിയമത്തിൽ 3000 പേര് ജീവൻ പ്രാപിച്ചു. 3000 സ്തോത്രം. ഒരു 3000 പേര് കൊല്ലപ്പെട്ടു അന്ന് ന്യായപ്രമാണം കൊടുത്തപ്പോൾ. ഇപ്പോൾ കൃപയുടെ ആത്മാവ് വന്നപ്പോൾ, അഭിഷേകം വന്നപ്പോൾ കൊല്ലപ്പെടുകയല്ല, മറിച്ച് അതെ 3000 പേര് ജീവൻ പ്രാപിപ്പാനിടയായി. 3000 പേര് മാനസാന്തരപ്പെട്ടു, 3000 പേര് സ്നാനപ്പെട്ടു, 3000 പേര് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ഒരു വലിയ ആത്മീയ ഉണർവ് ഇവിടെ സംഭവിക്കാനിടയായെങ്കിൽ ഇന്ന് പകൽക്കാലം എവിടെ അഭിഷേകം കടന്നു വരുന്നുണ്ടോ, പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ഉണർവിന്റെ കാറ്റ് വ്യാപരിപ്പാനിടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ LOCM-ന്റെ സഭയില് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന്റെ ഉണർവ് ഈ 2026 വ്യാപരിക്കുകയാണ്. ദൈവമക്കളെ, ഉണർവിന്റെ കൊടുങ്കാറ്റ് കർത്താവ് അയക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ആരാധനയിലും പ്രാർത്ഥനയിലും സഭ മുമ്പോട്ട് പോകുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു വലിയ കൂട്ടം ജനത്തെ ഈ ദിവസങ്ങളിലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവം കൊണ്ടുവന്ന് ദൈവം അവരെ രൂപാന്തരപ്പെടുത്തി സ്തോത്രം ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കാഴ്ചപ്പാട് ദൈവാത്മാവ് തരികയാണ്. സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ഹാള് കൊണ്ട് തികയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദേശത്തിലുള്ള ഈ ശുശ്രൂഷ ഈ ഹാള് കൊണ്ട് തികയത്തില്ല. ഈ ദിവസങ്ങളിൽ ഒരു വലിയ വിശാലത നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഞാൻ കാണുകയാണ്. ഈ ഹാള് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ, അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ, അത് അനേകർ ഓടിക്കൂടുന്ന ഒരു ആലയമായിട്ട്, ആയിരങ്ങൾ കൂടുന്ന ഒരു ആലയമായിട്ട് എന്റെ കർത്താവ് മാറ്റുവാനിടയായിട്ട് 3000 പേര് സ്തോത്രം അവരെന്ത് ചെയ്തു? ജീവൻ പ്രാപിപ്പാനിടയായി. അന്ന് 3000 പേര് എന്ത് ചെയ്തു?
പട്ടുപോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ പുതിയ നിയമത്തിന്റെ പ്രത്യേകത, നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല കർത്താവ് കൊണ്ടുവന്നത്. നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല, അല്ലേ? ചിലർ പള്ളി വരുമ്പോഴേ ചോദിക്കും, സ്തോത്രം, നമുക്ക് സെമിത്തേരി ഉണ്ടോ പാസ്റ്റേ? സെമിത്തേരി ഉണ്ടോ? സ്തോത്രം, സംശയം പോലെ. ഹല്ലേലൂയ. എന്നിട്ട് ചോദിക്കും, പാസ്റ്റേ, എനിക്ക് എന്തെങ്കിലും പറ്റി അടക്കാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഇതൊക്കെയാണ് ആദ്യം. നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല കർത്താവ് വിളിക്കുന്നത്. സ്തോത്രം. ദൈവം നിന്നെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കണം. നീ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തണം. മരിച്ചതിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ ആരിലൊക്കെ അടയിക്കൊള്ളുന്നത് ഓർത്ത് വിഷമിക്കേണ്ട. അത് ആരെങ്കിലുമൊക്കെ അടക്കിയല്ലേ പറ്റുള്ളൂ, അല്ലേ? വീട്ടിൽ വെച്ചേക്കാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇല്ല. അപ്പൊ അത് ആരെങ്കിലുമൊക്കെ അടക്കിക്കോളൂ. അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദൈവം തന്നെ വിളിച്ചത് ജീവനോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ചില ആത്മാക്കളെ വിടുവിച്ചെടുക്കുവാൻ, ചില രോഗികളെ സൗഖ്യമാക്കുവാൻ, ചില പൈശാചികമായ കെട്ടുകളെ അഴിക്കുവാൻ, ചില കുടുംബത്തിൽ സമാധാനത്തെ കൊടുക്കുവാൻ, ചില വ്യക്തികളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ, ചില യൗവനക്കാരെ ലഹരിയിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ, ചില സഹോദരിമാരെ ബലഹീനമായിരിക്കുന്നവരെ താങ്ങുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അഭിഷേകം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പവർ പോരാ, നമ്മുടെ വിദ്യാഭ്യാസം പോരാ, നമ്മുടെ കഴിവ് പോരാ. നമുക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യേണ്ടത്. സഹോദരൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2-3 പേരെ കാണുമ്പോൾ മുട്ട് പറക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. രണ്ട് വാക്കുപോലും കഴിച്ച് പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഒരു ഭീരുവായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പേര് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഭയം മാറി. നിങ്ങൾക്ക് പലർക്കും ഇതുപോലെ ആയിരിക്കും. ഈ മൈക്ക് കിട്ടുമ്പോൾ വിറയല്, സ്തോത്രം. ഇതെങ്ങനെ മാറും? ഇത് മാറാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ. അപ്പൊ അഭിഷേകത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ്, എനിക്ക് അഭിഷേകം വന്നു കഴിയുമ്പോൾ ഈ വിറയൽ പോകും, പിന്നെ വിക്കൊക്കെ മാറും. അതുപോലെ ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ശക്തി വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമായിരിക്കും. ഞാൻ ആദ്യമൊക്കെ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ കണ്ണങ്ങറിക്കും നടക്കും. കാരണം ഈ മുമ്പ് ഇരിക്കുന്ന ആൾക്കാരുടെ മുഖം നോക്കുമ്പോൾ എൻ്റെ പ്രസംഗമെല്ലാം മറന്നു. അങ്ങനെയായിരുന്നു. സ്തോത്രം. അവിടെ കണ്ണ് കീറി പൂട്ടി അടച്ച ശേഷമായിരിക്കും ഞാൻ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, കൃഷ്ണകുമാർ ബദറപ്പിന്ന് പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് സമയം തന്നു. ഞാനിന്ന് കണ്ണ് മുറുക്കി അടിച്ച് ഭയങ്കര പ്രസംഗം. അവസാനം പ്രസംഗമെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ തിരിഞ്ഞിരിക്കുക. ചിരി. ഞാൻ തിരിഞ്ഞിരിക്കുക. ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഞാൻ തിരിഞ്ഞിരിക്കുക. ആൾക്കാരെല്ലാം അപ്പോൾ ആൾക്കാർ നോക്കുമ്പം ഞാൻ എൻ്റെ പ്രസംഗം അവരെങ്ങനെ കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ ആരും കാണിച്ചിട്ടുള്ള അപ്പുറം മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അഭിഷേകം വന്നപ്പോൾ, ദൈവത്തിന്റെ അഭിഷേകം, എല്ലാം മാറ്റം വന്നു. അഭിഷേകം വന്നപ്പോൾ മാറ്റം വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവിനെ നിറച്ചപ്പോൾ പിന്നെ എനിക്ക് കണ്ണു തുറന്ന് എല്ലാവരും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ശക്തി എൻ്റെ കർത്താവ് തന്നു. പ്രൈസ് ദി ലോർഡ്. മുഖത്ത് നോക്കി കാര്യം പറയാനൊക്കെ വേണം. അതിന് വലിപ്പത്തിറക്കമില്ല. ഏത് ഉന്നത വ്യക്തിയാണെങ്കിലും അവൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ശക്തിയും ബലവും എൻ്റെ കർത്താവ് എനിക്ക് തന്നു. അപ്പൊ അഭിഷേകം വന്നു കഴിയുമ്പോൾ ശക്തി കിട്ടും. സ്തോത്രം. അഭിഷേകം വന്നു കഴിയുമ്പോൾ അവ യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും. യെരുശലേം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീടാണ്. സ്വന്തം വീട്ടിൽ ആദ്യം നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്വന്തം വീട്ടിൽ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ആദ്യം യേശുവിനെ സാക്ഷിക്കാൻ തുടങ്ങണം. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിട്ട് ആദ്യം ജീവിക്കണം. എന്ന് രാവിലെ പറഞ്ഞു, നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞെങ്ങനെയാണ്, നീ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, യേശുവുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ വീട്ടിലുള്ള പട്ടിയും പൂച്ചയ്ക്കും പോലും അതറിയാൻ പറ്റുമെന്ന്. സ്തോത്രം. കാരണം പട്ടിക്ക് പിന്നീട്
മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹം ആ വ്യക്തി കൊടുക്കും. മുമ്പത്തേക്കാൾ നല്ല ആഹാരം കൊടുക്കും, തലമുടൽ കൊടുക്കും. പൂച്ചയ്ക്കാണെങ്കിൽ അതുപോലെ ഒരു പട്ടിയും പൂച്ചയും മനസ്സിൽ പറയും, അയ്യോ ഈ അച്ചായൻ അല്ലെങ്കിൽ ഈ ചേട്ടൻ അല്ലെങ്കിൽ ഈ ചേച്ചി പഴയ വ്യക്തിയല്ല, എന്തോ ഒരു മാറ്റം ഉണ്ടായി, ആ യേശുവിനെ സ്വീകരിച്ചതാണ്. സ്തോത്രം. എന്ന് നമ്മുടെ വീട്ടിൽ നിന്നുള്ള മൃഗം വരെ തിരിച്ചറിയുമെന്നാണ് പണ്ടുള്ള അപ്പച്ചന്മാര് പറയുന്നത്. ഒരു സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ഭവനത്തിന്റെ അകത്ത് സുവിശേഷം ആദ്യം അല്ലേ, കർത്താവ് പലയിടത്തും പറയുന്നുണ്ട്, നീ കർത്താവ് ഞാൻ നിന്റെ ശുശ്രൂഷയ്ക്ക് വരാൻ കർത്താവ്, ശുശ്രൂഷയ്ക്ക് വരാൻ കർത്താവിനെ കൂടെ എന്നെ കൊണ്ടുപോകാൻ കർത്താവ്, എന്നെ കൊണ്ടുപോകാൻ കർത്താവ്, എവിടെ വിടവൻ കർത്താവ് പൊന്നുമോനെ ആദ്യം വീട്ടിൽ പോ, നീ ആദ്യം വീട്ടിൽ പോ, കർത്താവ് എനിക്ക് നിന്നോ, നീ ആദ്യം വീട്ടിൽ പോയി നീ സാക്ഷ്യം പറ അല്ലേ, പലയിടങ്ങളും കർത്താവ് പറയുന്നില്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ വീടിനകത്ത് എന്ത് ചെയ്യണം? ആദ്യം സാക്ഷിയാകണം. ഒരു സഹോദരൻ പറയാമോ? ഇന്ന് പലർക്കും അതല്ല. കർത്താവിനെ അറിഞ്ഞവിടെ അവർക്ക് അമേരിക്കയിൽ പോകണം, അടുത്ത ഫ്ലൈറ്റ് കയറി. നീ ആദ്യം അമേരിക്കയല്ല പോകേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം നമ്മുടെ വീട്ടിൽ നമ്മൾ കടന്നുപോയി നമ്മളായിരിക്കുന്ന കുടുംബത്തിന്റെ അകത്ത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം അവർ കാണട്ടെ. നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസം നമ്മുടെ മക്കൾ കാണട്ടെ, നമ്മുടെ ഭാര്യ കാണട്ടെ, നമ്മുടെ ഭർത്താവ് കാണട്ടെ, നമ്മുടെ അമ്മായിയമ്മ കാണട്ടെ, നമ്മുടെ അമ്മായിയപ്പൻ കാണട്ടെ, നമ്മുടെ നാത്തൂൻ കാണട്ടെ, നമ്മുടെ മരുമക്കൾ കാണട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ആദ്യം ആ വ്യത്യാസം വെളിപ്പെടണം. അതാണ് നമ്മുടെ യെരുശലേം എന്ന് പറയുന്നത്. സ്തോത്രം. അവിടുന്ന് നമ്മളിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകം, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകം നമ്മുടെ വീട്ടിലേക്ക് ഒഴുകണം. സ്തോത്രം. ഇത് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറെ കൂടെ ആത്മാവിന്റെ ഫലമാകുന്ന സൗമ്യതയും ക്ഷമയും ദീർഘക്ഷമയും എല്ലാം ദൈവം തരും. മുമ്പ് പൊട്ടിത്തെറിച്ചു കൊണ്ടിരുന്ന വായിൽ വരുന്നതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികളൊക്കെ അഭിഷേകം വന്നു കഴിയുമ്പോഴത്തേക്ക് ദീർഘക്ഷമയോടെ ഇരുന്ന് ഒരു പൊട്ടനെ പോലെ എല്ലാം കേൾക്കാനുള്ള ദൈവം തരും. മനസ്സിലാവുന്നുണ്ട്? ദീർഘക്ഷമയാണ്. ദീർഘക്ഷമ ഒരു ആത്മാവിന്റെ ഫലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആത്മാവിന്റെ ഫലമുള്ളവരായിട്ട് സ്തോത്രം ആകാൻ ദൈവം ആഗ്രഹിക്കും. ഞാൻ 2026 ആത്മാവിന്റെ ഫലത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ അങ്ങയെ പോലെ ആയിത്തീരുവാൻ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ചില മേഖലകളിലൊക്കെ എനിക്ക് മാറ്റങ്ങൾ ആവശ്യമുണ്ട് കർത്താവെ, ദൈവമേ എന്നെ സഹായിക്കും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രാർത്ഥിക്കുന്നു, കർത്താവെ എനിക്ക് ആത്മാവിന്റെ ഫലം തരണമേ കർത്താവെ. എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവകൃപയിൽ ജീവിപ്പാൻ, ആത്മാവിന്റെ ഫലത്തോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലത്തിൽ ജീവിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ, നമ്മുടെ ഭർത്താക്കന്മാര് ആത്മാവിന്റെ ഫലത്തിൽ ഭാര്യമാരുടെ പെരുമാറുവാൻ, ഭാര്യമാര് ആത്മാവിന്റെ ഫലത്തിൽ ഭർത്താക്കന്മാരുടെ പെരുമാറുവാൻ, മക്കൾ കുഞ്ഞുങ്ങൾ ആത്മാവിന്റെ ഫലത്തിൽ അപ്പനമ്മയോട് പെരുമാറുവാൻ, അപ്പനമ്മമാർ കുഞ്ഞുങ്ങളോട് ആത്മാവിന്റെ ഫലത്തിൽ പെരുമാറുവാൻ, അങ്ങനെ ഒരു ദൈവസ്നേഹത്തിന്റെ ഒരു വ്യാപാരം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ 2026 പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ ആരാധനകൾ വെളിപ്പെടുന്ന ഭവനമായി മാറട്ടെ, പ്രാർത്ഥന വെളിപ്പെടുന്ന ഭവനമായി മാറട്ടെ, ദൈവനാമത്തെ ഉയർത്തുന്ന ഭവനമായി മാറട്ടെ. പിശാചിന്റെ എല്ലാ കൂടുകളും നമ്മുടെ ഭവനങ്ങൾ വിട്ട് പൊളിഞ്ഞു പോകട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 2026 സാത്താൻ ഒരുക്കി വെച്ച എല്ലാ കെണികളും എല്ലാ കുടുക്കുകളും എല്ലാ ഭവനങ്ങളെയും വിട്ട് മാറി എല്ലാ ഭവനങ്ങളും അനുഗ്രഹം പ്രാപിക്കുവാൻ, എല്ലാ ഭവനങ്ങളും വിടുതൽ പ്രാപിക്കുവാൻ, എല്ലാ ഭവനങ്ങളും ദൈവത്തിന്റെ ഐക്യത പ്രാപിപ്പാൻ, എല്ലാ ഭവനങ്ങളും ദൈവത്തിന്റെ സമാധാനവും ദൈവിക വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം യെരുശലേമിൽ നിന്നും അത് യഹൂദയിലേക്കും, സ്തോത്രം, അത് നമ്മുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിലേക്ക് ഒഴുകണം, നമ്മുടെ അയൽഭവനങ്ങളിലേക്ക് ഒഴുകണം, നമ്മുടെ ദേശങ്ങളിലേക്ക് ഒഴുകണം. അപ്രകാരം അത് തിരുവനന്തപുരത്തിന്റെ ജില്ലകളുടെ പല ഭാഗങ്ങളിലേക്ക് ഒഴുകണം, അത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ആ ദൈവത്തിന്റെ അഭിഷേകം ഒഴുകണം. അങ്ങനെ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലേക്ക് ആ ദൈവത്തിന്റെ അഭിഷേകം ഒഴുകണം. ലോകത്തിന്റെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അങ്ങനെ ഇന്ത്യക്ക് പുറത്തേക്ക് മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് ഈ അഭിഷേകം ഒഴുകണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എത്ര പേർ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എനിക്ക് ഈ അഭിഷേകം എന്നിൽ ഒഴുകണം, ഈ അഭിഷേകം എല്ലാം നിറയണം, ഈ അഭിഷേകം എന്നിലൂടെ എൻ്റെ കുടുംബത്തിലേക്ക് നിറയണം,
ഈ അഭിഷേകം എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ സമൂഹത്തിലേക്ക് നിറയണം. കർത്താവിൻ്റെ സമൂഹത്തിൽ നിന്നും അത് ഈ കേരളത്തിലേക്ക് അത് പുറത്തേക്ക് പോകണം, അത് ഇന്ത്യയിലേക്ക്, അത് പല ഭാഗങ്ങളിലേക്ക് അത് പോകണം, അത് ലോക രാജ്യങ്ങളിലേക്ക് എല്ലാം ഇവിടെ ഒഴുകണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. അങ്ങനെ സ്തോത്രം, ഈ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം പ്രൈസ് ദി ലോർഡ്, ഞാൻ എൻ്റെ കുടുംബത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എനിക്ക് വളരെ പ്രതികൂലമായ അവസ്ഥയാണ് ഉണ്ടായത്. എങ്കിലും ഞാൻ ആ കർത്താവിനെ മുറുകെ പിടിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ത്യയിലെ 16 സ്റ്റേറ്റുകളിൽ ഈ സുവിശേഷവുമായിട്ട് പോകുവാനായിട്ട് ദൈവം എന്നെ ബലപ്പെടുത്തി. ഈ 16 സ്റ്റേറ്റുകളിലും എൻ്റെ അമ്മാച്ചനോ എൻ്റെ കൊച്ചപ്പനോ ഒന്നുമല്ല എന്നെ വിളിച്ചത്. എല്ലാം കർത്താവ് അയച്ച സ്ഥലങ്ങളായിരുന്നു. അവിടെയുള്ള സഹോദരങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങളായിട്ട് മാറി. അവിടെയുള്ള അച്ഛന്മാരും അമ്മമാരും ഒക്കെ എനിക്ക് അവിടെ ലഭിച്ചു. അങ്ങനെ ദൈവം പല സ്ഥലങ്ങളിൽ, പല ദേശങ്ങളിൽ പോയി, കുഗ്രാമങ്ങൾ, ഇന്ത്യയിലുള്ള പല കുഗ്രാമങ്ങളിലും പോയി സുവിശേഷം അറിയിപ്പാനായിട്ടുള്ള ഭാഗ്യം ദൈവം തന്നു. ജാർഖണ്ഡിൽ പോയ സമയത്ത് അവിടെ സ്നാനപ്പെടുത്തുവാനായിട്ടൊരു കുളമോ യാതൊരു സംവിധാനമോ കണ്ടില്ല. വെള്ളം വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ സ്നാനപ്പെടാൻ വേണ്ടി ആൾക്കാർ ഒരുങ്ങി നിൽക്കുക. അവസാനം ഒരു വലിയ കിണറിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ആ കിണറിനകത്ത് ഏണി വെച്ച് ഇറങ്ങി. അതിന് കുറച്ച് വെള്ളം ഉണ്ട് ആ കിണറ്റിനകത്ത്, വലിയ കിണറാണ്. ഏണി വെച്ചിറങ്ങി ഈ ആൾക്കാർ അതിനകത്ത് ഇറങ്ങി. അതിനകത്ത് പോയി അവരെ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് അവസരം തന്നു. അവിടെ ദുഃഖാന്നുള്ള സ്ഥലത്ത് നമുക്ക് കണ്ടാൽ പേടി വരും. സ്തോത്രം, ഏണിയൊക്കെ വെച്ച് ആ കിണറ് കണ്ടാൽ പേടി വരും. പക്ഷെ ദൈവം അവിടെയൊക്കെ താങ്ങി. ഹല്ലേലൂയ. ഇടം കൈയും വലം കൈയും അറിയാതിരിക്കുന്ന അപരിഷ്കൃതരായ ഒരു സമൂഹത്തിന് ഒരു ഹോസ്പിറ്റൽ അവിടെ ഇല്ല, ഒരു സ്കൂൾ ഇവിടെ ഇല്ല. സ്തോത്രം. അങ്ങനെയുള്ള ആദിവാസികൾ താമസിക്കുന്ന ആ സ്ഥലത്ത് അവരോടൊപ്പം പോയി ആരാധിക്കുവാൻ, അവരോടൊപ്പം പോയി യേശുവിനെ ഉയർത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുവാനൊക്കെ ഉള്ള അവസരങ്ങൾ കർത്താവ്. ഞാൻ പറഞ്ഞ വിഷയം, പരിശുദ്ധാത്മാവ് നിലവിൽ വരുമ്പോൾ പല ഭാഷക്കാരുമായും ഗോത്രക്കാരുമായും വംശക്കാരുമായിട്ടൊക്കെ കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. അവസാനമായി ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് സ്തോത്രം, ഞാൻ അവിടെ പോയ സഭയിൽ ഒരൊറ്റ മലയാളിയില്ല. സ്തോത്രം. അവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരും പ്രൈസ് ദി ലോർഡ് ഫോറിനേഴ്സാണ്. അവർ ആഫ്രിക്കൻസ്, ന്യൂസിലൻഡ്, അങ്ങനെ പല രാജ്യക്കാരായിട്ടുള്ള ഒറ്റ മലയാളി ഇല്ലാത്തൊരു സ്ഥലം. ഞാൻ അവിടെ മലയാളിയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പുറത്തു നിന്നുള്ള ഓസ്ട്രേലിയയിലുള്ള അപ്പുറത്തിൽ പോയിട്ട് പക്ഷെ ഒറ്റ മലയാളിയെ കണ്ടില്ല. 2 ആഴ്ചയോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ റോഡിലൊക്കെ പോയി, പലയിടത്തും മാർക്കറ്റിലൊക്കെ പോയി, പലയിടത്തും പോയി. പക്ഷെ എനിക്കൊരു മലയാളിയെ കാണാൻ പറ്റിയില്ല. അവിടെ എല്ലാം മറ്റുള്ള ഭാഷക്കാരായിട്ടുള്ള പ്രൈസ് ദി ലോർഡ് ആഫ്രിക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ, ഞാൻ ആഫ്രിക്കയിലെ ഭാഷ വീട്ടിലാണ് ഞാൻ ഉഗാണ്ടയിലുള്ളൊരു ഭാഷ വീട്ടിലാണ് ഞാൻ അവിടെ താമസിച്ചത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ വിഷയം, ഇവരാരും എൻ്റെ രക്തബന്ധുക്കളല്ല. പക്ഷെ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവ് തരുന്ന ബന്ധങ്ങളാണ് നമുക്ക് രാജ്യങ്ങൾ തുറക്കാൻ പോകാൻ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഞാൻ ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് ഒരു സായിപ്പ്, സ്തോത്രം, ഒരു 50-55 വയസ്സ് പ്രായമുള്ള ഒരു സായിപ്പ് അവിടെ എയർപോർട്ടിൽ അദ്ദേഹം എൻ്റെ പേര് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നെ കണ്ടിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ പോയി ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ പാസ്പോർട്ട് നെയിം വലിയ പേരാണ്, രംഗസ്വാമി പത്മനാഭൻ കൃഷ്ണ, വലിയ പേരാണ്. അദ്ദേഹം ആ പേര് പൊക്കി പിടിച്ചുകൊണ്ട് ആ 55 വയസ്സുള്ള അവിടുത്തെ സായിപ്പ് എന്നെ കാത്തവിടെ നിൽക്കുകയാണ്. സ്തോത്രം. ഇന്ത്യയിൽ നിന്ന് വരുന്ന ദേവദാസന് വേണ്ടി അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഓടി എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ ആലിംഗനം ചെയ്ത് എന്നെ സ്വാഗതം ചെയ്തിട്ട് വെൽക്കം ടു അവർ കൺട്രി എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വാഗതം ചെയ്ത് എന്നെ അദ്ദേഹം കാറിലേക്ക് അനയിക്കാനിടയായി. ദൈവമക്കളെ, ഇതിനൊന്നും ഒരു യോഗ്യത എനിക്കില്ല. ഒറ്റ യോഗ്യത ഈ തമ്പുരാന്റെ പുസ്തകം എടുത്ത യോഗ്യത എനിക്കുണ്ട്. ഈ തമ്പുരാന്റെ പുസ്തകം, ഹല്ലേലൂയ, ഈ കറുത്ത പൈനിട്ട ഈ വെളുത്ത പുസ്തകം, അത് കൈകൊണ്ടും സ്തോത്രം ചുമന്നെടുത്തുകൊണ്ട് എന്നെ നെഞ്ചിലേക്ക് ഇത് സ്വീകരിച്ചതായിട്ടുള്ള ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു മാനിച്ചു. ഈ ദൈവം എന്നെ ഉയർത്തി. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനം എടുത്തപ്പോൾ, ഈ വചനത്തെ ഉയർത്തിയപ്പോൾ ദൈവം എന്നെ ഉയർത്താനിടയായി. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ ആ വിശ്വസ്തത ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും അത് വരികയില്ല. അങ്ങനെ അദ്ദേഹം എന്നെ, സ്തോത്രം, ആ പാസ്റ്റർ വീട്ടിലേക്ക് അദ്ദേഹം എത്രയും മണിക്കൂർ അദ്ദേഹം കാർ ഡ്രൈവ് ചെയ്ത് അദ്ദേഹം പറഞ്ഞു, എന്നെയാണ് പാസ്റ്റർ ഏൽപ്പിച്ചിരിക്കുന്നത് ദേവദാസനെ സ്വാഗതം ചെയ്യാനായിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിനെ പാസ്റ്റർ വീട്ടിൽ കൊണ്ടാക്കാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞ വിഷയം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അറിയാത്ത പാസ്റ്റർക്കാരുമായി ഗോത്രക്കാരുമായിട്ടൊക്കെ ദൈവം ഒരുപാട് കൂട്ടായ്മകൾ എൻ്റെ കർത്താവ് നൽകിയിട്ടുണ്ട്. ഒരു സ്വതന്ത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. നേപ്പാളിൽ പോയി അവിടെയുള്ള നേപ്പാളികളായ ആളുകളുടെ ഇടയിൽ പോയി സുശേഷം അറിയിപ്പാനായിട്ട് കർത്താവ് ഭാഗം നമ്മുടെ സഞ്ജു നേപ്പാളിൽ വെച്ചാണ് സ്നാനപ്പെടുന്നത്. നമ്മുടെ പട്ടാളം പ്രധാന്റെ മകൻ പ്രൈസ് ദി ലോർഡ് നേപ്പാളിൽ വെച്ചാണ് സ്നാനപ്പെടുന്നത്. നേപ്പാളിൽ പോയ സമയത്ത് അവര് 10ഓളം പേര് സ്നാനപ്പെടാൻ വേണ്ടി റെഡിയായി. അപ്പോഴത്തേക്ക് അവിടുത്തെ പാസ്റ്റർ ജെവി പറയുകയാണ്, പാസ്റ്റർ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ സ്നാനപ്പെട്ട് കയറുന്ന സമയത്ത് അപ്പോഴ് എല്ലാവർക്കും പുതിയൊരു പേര് വിളിക്കണം. ഞാൻ ഇതുപോലെ അറിയാമോ? സ്തോത്ര. അവർക്ക് അങ്ങനെ സിസ്റ്റം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ട് കയറുമ്പോൾ പറയും, ഇന്ന് മുതൽ നീ ഇന്ന പേരിൽ വിളിക്കപ്പെടുന്നു, അനൗൺസ് ചെയ്യണം. ഞാൻ കർത്താവ് 10-11 പേരുണ്ട്, എന്തൊരു പേര് വിളിക്കും ഒരു പിടിയില്ല. സ്തോത്രം. എന്തായാലും ആ സമയത്ത് വെള്ളത്തിൽ മുക്കി പൊക്കുന്ന സമയത്ത് ഒരു പേര് നാവിൽ വരും, പരിശുദ്ധാത്മാവ് തരും. അങ്ങനെ 11 പേർക്കും പേരിടാൻ തക്കവണ്ണം, പുതിയ പേരിടാൻ തക്കവണ്ണം കർത്താവിന്റെ പരിപാടി. ഒന്ന് കരമടിച്ച് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച്. ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ പോയി ശുശ്രൂഷിച്ചു. സ്തോത്രം. അന്ന് 19 പേര് സ്നാനപ്പെടാൻ തക്കണം തയ്യാറായി വന്നു. 19 പേര്. ഞാനും ജോൺ മാർട്ടിൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. 2 പേരുടെ കലക്കവെള്ളം, ഭയങ്കര കലക്കവെള്ളമാണ്, എടുക്ക വെള്ളമാണ്. എങ്കിലും അവിടെ ഞങ്ങൾ 2 ഇറങ്ങി, ഞാൻ ജോൺ മാർട്ടിൻ പാസ്റ്ററും കൂടെ ഇറങ്ങി. അന്ന് ആഫ്രിക്ക ഉഗാണ്ടയിലുള്ള 19 പേരെ അവിടെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ലതൊന്നും. സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. ബൈബിളിന് മാറ്റമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അടുത്തോളം സാക്ഷികളാകും. ഞാൻ വിചാരിച്ചോ യുഗാണ്ടയിൽ പോയി സ്നാനപ്പെടുത്തുമെന്ന്, നേപ്പാളിൽ പോയി സ്നാനപ്പെടുത്തുമെന്ന്, ആസ്ട്രേലിയയിൽ പോയി പ്രസംഗിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ദൈവത്തിന്റെ മക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു. എൻ്റെ ഭാര്യയും ഞാനും മോനുമായിട്ട് ഏകദേശം 1 മാസക്കാലം ദുബായ് പട്ടണത്തിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സ്നാനപ്പെടുത്തിയ ഒരു മകളുടെ വീട്ടിലാണ് ഞങ്ങൾ 1 മാസം താമസിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മകൻ സ്തോത്രം, എൻ്റെ ഭാര്യയെ ഞങ്ങൾ കുടുംബമായിട്ട്, ആ ബ്രദർ പ്രൈസ് ദി ലോർഡ് നല്ലൊരു സഹോദരനാണ്. അദ്ദേഹം ഞങ്ങളെ കാറിൽ കയറ്റി അദ്ദേഹം ദുബായിയുടെ പട്ടണത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അദ്ദേഹം കൊണ്ടുപോയി. നിങ്ങൾക്ക് അവസരം കിട്ടുമെങ്കിൽ ദുബായ് കാണാൻ പറ്റിയാൽ നിങ്ങൾ കാണണം. വളരെ മനോഹരമായ ഒരു പട്ടണമാണ്. സ്തോത്രം. ഓരോ ദിവസവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ്. അപ്പോൾ അദ്ദേഹം വളരെയധികം ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോയി, അദ്ദേഹം സ്ഥലങ്ങളെല്ലാം കാണിച്ച് നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി വ്യത്യസ്തമായ രീതിയിലുള്ള ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഞങ്ങൾക്ക് അദ്ദേഹം വാങ്ങിച്ചു തന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആത്മീയ ബന്ധമാണ്. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുടുംബക്കാർ പലരും ദുബായിലുണ്ട്, പക്ഷേ അവരുമായിട്ട് ബന്ധമില്ല. പക്ഷേ ബൈബിൾ എടുത്തതിന് ശേഷം എനിക്കുള്ള ബന്ധമല്ല, ആത്മീയ ബന്ധമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അനേക ദേശങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ സ്തോത്രം ഈ ബൈബിൾ എടുത്തതിൻ്റെ ഫലമായിട്ട് കർത്താവ് എന്നെ കൊണ്ടുപോയി. ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഞങ്ങൾ യൂറോപ്പിൽ പോകാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. യൂറോപ്പിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് സ്തോത്രം അവിടെ ഒരു ജർമ്മനിലാണ് ഞങ്ങൾ ആദ്യം പോയി. ജർമ്മനിയിൽ പോയി ജർമ്മനിയിൽ ആ രാജ്യമെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതിശയം, ഇങ്ങനെയൊക്കെ രാജ്യം ഭൂമിയിലുണ്ടോ? ഹല്ലേലൂയ. എത്ര മനോഹരമായ രാജ്യമാണ്. സ്തോത്രം. എത്ര മനോഹരമായ സ്ഥലങ്ങളാണ്. ഞങ്ങൾ കണ്ടങ്ങ് അതിശയിച്ചു പോയി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ തോടൊക്കെ വേസ്റ്റ് വെള്ളം ഒഴുകുമ്പോൾ അവിടുത്തെ തോട്ടിൽ കൂടെ നല്ല വെള്ളം ഒഴുകുന്നത്. അവിടെ വേസ്റ്റ് വെള്ളം ഒഴുകുന്നില്ല. സ്തോത്രം. അവിടെയൊക്കെ ഈ തോട്ടിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ അവിടെയൊക്കെ തോട്ടിനോട് ചേർന്ന് അരയന്നങ്ങളും നല്ല പുൽത്തകടുകളും മേടുകളും ഒക്കെ അവർ വളരെ മനോഹരമായിട്ട് അവരിങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരൊറ്റ മലിനജലത്തിൻ്റെ ഓടയോ ഒരു കുഴിയോ ഞങ്ങൾ ജർമ്മനി കണ്ടിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ നല്ല നമ്മളെ ഈ മൂന്നാറിലെ കാണുന്നത് പോലെയുള്ള നല്ല വെള്ളച്ചാട്ടവും നല്ല വെള്ളവും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒരിക്കലും മലിനജലത്തിൻ്റെ ഒരു ഉറവ് പോലും അവിടെ ഒന്നും അവർ കാണുന്നില്ല. അപ്പം നല്ലവണ്ണമാണ് അവരൊക്കെ രാജ്യങ്ങൾ സൂക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞ വിഷയം സ്ഥലത്തിൻ്റെ മഹത്വമല്ല പറയും. ഞാൻ പറഞ്ഞ വിഷയം നമ്മൾ അറിയാത്ത ആൾക്കാരുമായിട്ടുള്ള കൂട്ടായ്മ, അറിയാത്ത ആൾക്കാരുമായിട്ടുള്ള ആത്മീയമായ ബന്ധങ്ങൾ, ഇതെല്ലാം ഒരുക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. അങ്ങനെ
ജർമ്മനിയിൽ പോകാൻ ദൈവം സഹായിച്ചു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ബസ്സിൽ ഫ്രാൻസിൽ പോകാൻ ദൈവം സഹായിച്ചു. ഫ്രാൻസിൽ ലോകത്തിന്റെ ഒരു അത്ഭുതമായിരിക്കുന്ന ഈഫൽ ടവറിന്റെ മുമ്പിൽ ഈഫൽ ടവറിൽ പോയി കാണുവാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആരെങ്കിലും വിചാരിച്ചതാണോ? ഞങ്ങളൊന്നും വിചാരിച്ചതല്ല. പക്ഷെ ഈ പുസ്തകം ഞങ്ങളെ അവിടെ എത്തിച്ചു. ഈ പുസ്തകം ലോക രാജ്യങ്ങളിലെ പലയിടത്തും ഞങ്ങൾ ആഗ്രഹിക്കാത്ത പല സ്ഥലങ്ങളിലും ഈ പുസ്തകം ഞങ്ങളെ കൊണ്ട്, ഞാൻ പറഞ്ഞ വിഷയം, ദൈവത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ രാജ്യങ്ങൾ തുറക്കും. ഞാൻ പ്രവചനമായിട്ട് പറയുകയാണ്, നിന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, നീ വിഷമിക്കേണ്ട. നിനക്ക് അഭിഷേകത്തിൽ നിറഞ്ഞാൽ മതി, നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ മതി. നിനക്ക് വേണ്ടി ലോക രാജ്യങ്ങൾ തുറക്കും. തലമുറകൾക്ക് വേണ്ടി ലോക രാജ്യങ്ങൾ തുറക്കും. ഇത് സഭയോട് ഞാൻ പ്രവചിക്കുകയാണ്. 2026 ചില ലോക രാജ്യങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി എന്റെ കർത്താവ് തുറന്ന് മാനിക്കാൻ പോകുക. എത്ര വിശ്വാസം ഹോദനം പറയാമോ? ഗൾഫിന്റെ പ്രദേശങ്ങൾ ചിലർക്ക് വേണ്ടി ഈ വർഷം തുറക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. യൂറോപ്പിന്റെ പ്രദേശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ വർഷം ചിലർക്ക് വേണ്ടി, സഭകളിലെ ചിലർക്ക് വേണ്ടി എന്റെ കർത്താവ് തുറക്കും. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം പ്രതീക്ഷിക്കാത്ത ചില വിസകൾ, പ്രതീക്ഷിക്കാത്ത ചില യാത്രകൾ നൽകി കർത്താവ് ഈ സഭയെ ഉദ്ധരിച്ച്, സഭയിലുള്ള കുടുംബങ്ങളെ ഉദ്ധരിച്ച്, വിദ്യാഭ്യാസപരമായി ജോലിപരമായിട്ടും ഒക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പരിശുദ്ധ